ഇന്നലെ നമ്മൾ കാര്യമായി ചർച്ച ചെയ്തതാണ് ഈ വിഷയം. കാരണം പിണറായി വിജയൻ, വീണാ വിജയന് വലിയ തിരിച്ചടി ഉണ്ടായി. സ്വാഭാവിക നീതിയുടെ നിഷേധമെന്ന വാദം കോടതി പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഈ അന്വേഷണം അത് തുടരാം എന്നുള്ള പ്രധാനപ്പെട്ട നിരീക്ഷണം നടത്തുകയാണ്. കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കണോ കോടതിയുടെ ഉത്തരവിൽ? ഈ വാദ സമയത്ത് നിരവധിയായ കാര്യങ്ങൾ കോടതിക്ക് മുന്നിൽ വന്നിരുന്നു. സ്വാഭാവികമായി അതിന്റെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഈ ഉത്തരവിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഈ വിധി ഇന്നലെ ഇവരുടെ തള്ളിക്കൊണ്ടുള്ള വിധി തന്നെ വീണാ വിജയനെതിരായിട്ടുള്ള തിരിച്ചടിയായിട്ടാണ് കരുതുന്നത്. കാര്യം, ഒരു സിറ്റിംഗിന് 25-30 ലക്ഷം മേടിക്കുന്ന വക്കീലന്മാർ SIDCക്ക് വേണ്ടി, വീണാ വിജയന് വേണ്ടി, CMRലിന് വേണ്ടി ഹാജരായിട്ട് അവർ അന്വേഷണം നടക്കുന്നു. ROCയുടെ 210 അന്വേഷണം നടക്കുമ്പോ പെട്ടെന്നൊരു ഷിഫ്റ്റ് 212ലേക്ക് സാധ്യമല്ല എന്നാണ് ഇവർ പറയുന്നത്. അതായിരുന്നല്ലോ ഇവരുടെ വാദം. രാജ്യത്ത് കിട്ടാവുന്നതിൽ രാംലല്ലയുടെ അടക്കം അഭിഭാഷകനെ രാജ്യത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല എന്നിട്ടും കോടതി എന്തിനാണ് ഇത്ര ഭയം? ഇന്ന് വിധി സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റും. അതായത് എന്തിനാണ് ഭയക്കുന്നത്? ആ ഡോക്യുമെന്റ്സ് അങ്ങ് കൊടുത്താൽ പോരെ. അന്വേഷണത്തോട് എന്തിനാണ് ഇത്ര വിമുക്തി കാണിക്കുന്നത് എന്ന് കോടതി ചോദിച്ചുകൊണ്ട് വളരെ കൃത്യമായി വീണാ വിജയന്റെ ഒരു ആരോപണം പോലും അവരെ കോടതിക്കുള്ളിൽ ഉന്നയിച്ച ഒരു വാദം പോലും അംഗീകരിക്കാതെയാണ് ഈ ഹർജി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ 210ഉം 212ഉം തമ്മിലുള്ള വ്യത്യാസം എന്നറിയാമോ? ഇപ്പൊ ശ്രീ ക്രമക്കേട് നടത്തുന്നു ന്യൂസ് 18-ൽ. അപ്പൊ ന്യൂസ് 18ന്റെ ഒരു ഇന്റേണൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ഒരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ പ്രഖ്യാപിക്കുന്ന അന്വേഷണമാണ് ഏത്? 210 ROC. അവർക്ക് അങ്ങേ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അങ്ങേക്കെതിരെ ലീഗൽ നടപടി എടുക്കാൻ പറ്റില്ല. അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ന്യൂസ് 18ന് ഒരു റിപ്പോർട്ട് കൊടുക്കാം. ഇതാ ഇങ്ങനെ ഞങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് ഇതാണ്, ഇന്ന ക്രമക്കേടുകൾ കണ്ടെത്തി. ഇനി ആ ക്രമക്കേടിൽ അങ്ങ് ക്രമക്കേട് നടത്തുന്ന ആളല്ല, എനിക്ക് കാലങ്ങളായി അറിയാം, എങ്കിൽ പോലും എക്സാമ്പിൾ ആണ് കേട്ടോ. അങ്ങെതിരായി ന്യൂസ് 18 പോലീസിൽ പരാതി കൊടുക്കുന്നു. അതാണ് 212 അന്വേഷണം. ആ പോലീസ് പരാതിയിന്മേൽ ക്രമക്കേട് ഉണ്ടായാൽ അവർക്ക് അറസ്റ്റ് ചെയ്യാം, നിയമ നടപടികളായി മുമ്പോട്ട് പോകാം, അങ്ങേക്കെതിരെ കേസെടുക്കാം. അതാണ് ഈ 210ഉം 212ഉം തമ്മിലുള്ള വ്യത്യാസം. ROC അന്വേഷണം നടത്തിയാൽ അവർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമേ പറ്റൂ. കമ്പനി മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൊടുക്കാം. പക്ഷെ 212ൽ SFIO വരുമ്പോ സ്വാഭാവികമായും ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അറസ്റ്റ്, ED അടക്കമുള്ള അന്വേഷണ ഏജൻസികളെ ഇതിലേക്ക് അവർക്ക് ഇൻവൈറ്റ് ചെയ്യാം, അവരുടെ സഹായം തേടാം. അങ്ങനെ ഒരു സീരിയസ് ഫ്രോഡ് ഈ വിഷയത്തിൽ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് നിലനിൽക്കുന്നത്. അതാണല്ലോ കഴിഞ്ഞ ദിവസം മാത്യു അടക്കമുള്ളവർ പറഞ്ഞത്. നമ്മൾ ഈ പറയുന്ന 1.72 crore അത് മാത്രമല്ലെന്ന വിഷയം. അതിന്റെ പ്രത്യുപകാരമായി എന്താണ് കരിമണൽ കർത്തയ്ക്ക്, ഈ പറയുന്ന ശശിധരൻ കർത്ത എന്ന കരിമണൽ കർത്തയ്ക്ക് കിട്ടിയത് എന്ന് നോക്കട്ടെ. തോട്ടപ്പള്ളി ഹിൽവേ 40,000 കോടി രൂപയുടെ കരിമണലാണ് ഒരു വർഷത്തിനിടയിൽ അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. ആലപ്പാട്, പെരിയാറ്, അങ്ങനെ ഈ സംസ്ഥാനത്ത് പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട്, പരിസ്ഥിതി ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ സമരം നടക്കുന്നുണ്ടോ ആ സമരത്തിന്റെയൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പേര് ശശിധരൻ എന്നാണ്. 2016 അന്ന് VS അച്യുതാനന്ദന്റെ അപ്പുറത്ത് മറ്റൊരാളെ ചിന്തിക്കാൻ CPM പോലും ഭയപ്പെട്ടിരുന്ന കാലത്ത് മാതൃമലയാളം എന്ന് പറയുന്ന ഒരു വലിയ പത്രം, ഇതാ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവാൻ പോകുന്നു, VS ഉപദേഷ്ടാവാകും എന്ന് പറഞ്ഞ് വലിയൊരു അവരുടെ മുഖപത്രത്തിൽ അടിച്ചു വെക്കുന്നുണ്ട്. ആ മാതൃമലയാളം 2015 തുടങ്ങി 2017 പൂട്ടിപ്പോവുകയും ചെയ്തു. അത് പിണറായി വിജയന്റെ PR പണിക്ക് വേണ്ടി തുടങ്ങിയ പത്രമാണ്. ആ പത്രത്തിന്റെ ഓണറിന്റെ പേര് ശശിധരൻ കർത്ത എന്നാണ്. ഒന്നാം പിണറായി ഗവൺമെന്റിൽ സീനിയർ ആയിട്ടുള്ള തോമസ് ഐസക്കും G സുധാകരനും അടക്കമുള്ള നേതാക്കൾ മന്ത്രിമാരായപ്പോ വളരെ ജൂനിയറായ പ്രൊഫസർ C രവീന്ദ്രനാഥ് മന്ത്രിയായി. CPM കെട്ടിപ്പോയി. എങ്ങനെയാണ് രവീന്ദ്രനാഥൻ ഇത്ര പെട്ടെന്ന് മന്ത്രിയാവുന്നത്? ആദ്യമായി MLA ആവുന്നു, ഉടനെ തന്നെ മന്ത്രിയാവുന്നു. എന്താ ബന്ധം എന്നറിയാമോ? ശശിധരൻ കർത്തയുടെ ഭാര്യ രവീന്ദ്രനാഥിന്റെ സഹോദരിയാണ്. നോക്കൂ, ഇതൊരു കുടുംബമാണെന്നേ. അതിന്റെ ശൃംഖല രവീന്ദ്രനാഥിലേക്ക് നീളുന്നു, മാതൃമലയാളത്തിലേക്ക് നീളുന്നു. അങ്ങനെ 2015 മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായിയെ ഉയർത്തിക്കാട്ടിയത് മുതൽ 2023 മുഖ്യമന്ത്രി ഇരിക്കുന്ന പിണറായി വരെയുള്ള പിണറായിക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ സഹായങ്ങളും PR ഏജൻസിയുടെ പണി വരെ ചെയ്തു കൊടുത്ത ആളുടെ പേര് ശശിധരൻ കർത്ത എന്നാണ്. അത് ചെയ്തു കൊടുത്തതിന് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നോളം തോട്ടപ്പള്ളി ഹിൽവേയിൽ നിന്ന് 40,000 കോടിയുടെ കരിമണൽ, ഈ സംസ്ഥാനത്ത് ഒട്ടുക്കും ലക്ഷക്കണക്കിന് കോടിയുടെ കരിമണൽ, ഈ സംസ്ഥാനത്തിന്റെ ധാതു ലവണം ഇൻവെസ്റ്റ്മെന്റ് അത് തകർത്ത് ഇവിടുത്തെ പരിസ്ഥിതിയുടെ സ്വാഭാവിക അതിജീവനത്തെ തകർത്ത് തച്ചു തീർത്ത് മുമ്പോട്ട് പോകാൻ എല്ലാ നിയമങ്ങളും കാറ്റി പറത്തി കൊടുത്തു പിണറായി വിജയൻ ശശിധരൻ കർത്തയ്ക്ക് വേണ്ടി എന്നുള്ള ആരോപണം ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം കൃത്യമായി നടന്നാൽ
1.72 crore എന്നതിൽ നിന്ന് ഈ അവസാനത്തെ വിധി വരുമ്പോ, അവസാനത്തെ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോ തുടരുക ശ്രീ ജയചന്ദ്രൻ. നമ്മളിപ്പോൾ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു കോടതി വിധി, ഒരു കമ്പനികൾ തമ്മിലുള്ള തർക്കം എന്നതിനപ്പുറം സംസ്ഥാനത്തെ കരിമണൽ മേഖലയിലേക്ക് കൂടി, കരിമണലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിരവധി ഇടപാടുകളിലേക്ക് കൂടി ഈ വിഷയങ്ങൾ മാറുന്നു എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതും CPM-നെ, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഗൗരവതരമായി മാറുന്നുണ്ടോ? അത്തരം ഇടപാടുകളുടെ ഇടനിലക്കാരായി പലരും മാറുന്നു എന്നുള്ള ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ. രഞ്ജിത്ത്, ഇത് എന്റെ പ്രിയ സുഹൃത്ത്, യുവസുഹൃത്ത് ശ്രീ വസന്ത് തെങ്ങുംപള്ളി തികഞ്ഞ അസംബന്ധമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇവിടെ ചർച്ചയിൽ ഉന്നയിച്ച മുഴുവൻ വാദമുഖങ്ങളും. കാരണം ഈ കർണാടകയിലെ കേസ് എന്താണ്, ഇവിടെ പറഞ്ഞു നടക്കുന്ന, പ്രചരിപ്പിക്കുന്ന ഈ ആരോപണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയണമെങ്കിൽ 12-ാം തീയതി കർണാടക ഹൈക്കോടതിയിൽ ആണല്ലോ കേസ് എടുത്തത്. 12-ാം തീയതി, തിങ്കളാഴ്ച. അന്നാണല്ലോ അത് അടുത്ത ദിവസത്തേക്ക് 2 ദിവസം കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞ് ഇന്നലെ പറഞ്ഞതും ഇന്ന് ഡീറ്റെയിൽസ് ബാക്കി വരാതിരിക്കുന്നു. അതില് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായതാരാണ്? അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കാമത്ത്. അദ്ദേഹമാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായത്. അദ്ദേഹം അവിടെ വാദിച്ച വാദം എന്താണെന്ന് അറിയുമോ? അപ്പിയറിംഗ് ഫോർ ദ സെൻട്രൽ ഗവൺമെന്റ്, അരവിന്ദ് കാമത്ത് submitted that the SFIO is a multidisciplinary body. ഇതൊക്കെ പറഞ്ഞിട്ട് during the course of investigation it was found that rupees 135 crores was given by CMRL to various political functionaries. പിണറായി വിജയനും കുടുംബത്തിനൊന്നല്ല, CPM-നൊന്നല്ല, by CMRL to various political functionaries. ഒരു പൊളിറ്റിക്കൽ ഫംഗ്ഷണറിക്കല്ല, അല്ലെങ്കിൽ ഒരേ പൊളിറ്റിക്കൽ പാർട്ടിയിലെ ഒന്നിലധികം ഫംഗ്ഷണറീസ് അല്ല, various political functionaries. Rupees 1.72 crores was paid by CMRL to Exalogic under the guise of a software agreement, even though no software is actually provided. When 135 crore is involved, there are a lot of transactions which look shady. കേട്ടോ. അവിടെ സോളിസിറ്റർ ജനറൽ പറയുന്ന ഓഫീസേഴ്സ് സെഡ്, അവരുടെ officers said we cannot get information from the income tax department and it may be placed before SFIO. Union government need not hear petitioner before ordinary investigation. The ASG submitted. ഇതാണ് വസ്തുത. ഈ വസ്തുത എങ്ങനെയൊക്കെയാണ് വളച്ചൊടിക്കുന്നത് നോക്കൂ. അത് പിണറായി വിജയൻ, തോട്ടപ്പള്ളി, സ്പിൽവേ, ഇതൊക്കെ അങ്ങ് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. എന്ത് കാര്യത്തിലാണ് ഇങ്ങനെ ഈ ഗീബൽസിയൻ തന്ത്രം പയറ്റുന്നത്? വസന്തിനെ പോലുള്ള ഈ യുവ നേതാക്കൾക്ക് പോലും അത് ചെയ്യേണ്ടി വരുന്നത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അതൊരു ഗതികേടിന്റെ പ്രശ്നമാണ്, അല്ലാതെ കോടതി. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ, ഇത്തരത്തിലുള്ള കേസുകൾ, ചില ബന്ധങ്ങൾ വരുമ്പോൾ വസന്തിലേക്ക് വരാം. അത് അവരുടെ കൂടി ചുമതലയാണ്. കാരണം നമുക്കറിയാം, ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പല ആരോപണങ്ങൾ വരുമ്പോൾ എന്തൊക്കെ പ്രചരണങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്നും സൈബർ സഹാക്കളും ഒക്കെ നടത്തിയിരുന്നു എന്നുള്ളത്. സമാനമായി തന്നെ വസന്ത് കോൺഗ്രസിന്റെ യുവനേതാവാണ്. അദ്ദേഹത്തിനും ഇത്തരം കാര്യങ്ങൾ പ്രേക്ഷകരോട്, മാധ്യമങ്ങളോട് പറയേണ്ടി വരും. അത് സ്വാഭാവികമാണ്. ജയചന്ദ്രൻ, കേൾക്കുന്നുണ്ടോ താങ്കൾ? ഇല്ല, ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ശ്രീ വസന്ത്, മറുപടി. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ സോളിസിറ്റർ ജനറലിന്റെ ഡിഫൻസ് വാദമാണ്. ഞാനൊരു അഭിഭാഷകനാണെന്ന് ശ്രീ ജയേന്ദ്രനും അറിയാം, MJക്കും അറിയാം, അങ്ങേക്കും അറിയാം. ഈ ഡിഫൻസ് വാദത്തെക്കാൾ ഉപരി ഏറ്റവും ആദ്യം ഇത് തള്ളണമെന്ന് ആവശ്യപ്പെട്ട ഹർജിക്കാരന്റെ വാദം എന്താണ്? അത് 210 അന്വേഷണം മതി, 212 വേണ്ടെന്നുള്ളതാണ്. 212 അന്വേഷണം എന്ന് പറയുന്നത് SFIO അന്വേഷണമാണ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ട ആപ്പീസ് എന്നാണ് ഈ 212-ന്റെ പര്യായത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. 1.72 കോടിയുടെ ആരോപണം മാത്രമാണ് എന്ന് കോടതിക്ക് തോന്നിയിരുന്നെങ്കിൽ അത് തള്ളിക്കളഞ്ഞിട്ടോ ഒന്നെങ്കിൽ ED-യോടോ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് ഏജൻസിയോടോ അല്ലെങ്കിൽ ഒരു സിവിൽ സ്യൂട്ടായി അത് മുമ്പോട്ട് പോകട്ടെ എന്ന് കോടതി പറയുമായിരുന്നു. ഈ നേരത്തെ പറഞ്ഞ കാമത്തിനെക്കാട്ടിലും വലിയ അഭിഭാഷകനാണെന്നേ ഈ നമ്മുടെ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായത് അദ്ദേഹം തന്നെയാണല്ലോ ഇപ്പൊ എക്സാലോജിക്കിന് വേണ്ടി ഹാജരാവുന്നത്. വളരെ കൃത്യമായി 210 വേഴ്സസ് 212 കൃത്യമായി ഇഴകീറി പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും മറ്റൊരു ഫോണില്ല, ഞാൻ യാത്രയിലായതുകൊണ്ട്, അല്ലായിരുന്നു ഞാൻ അവരുടെ വാദം കൂടി വായിച്ചു കേൾപ്പിക്കാമായിരുന്നു. വളരെ കൃത്യമായി ഇഴകീറി ആർഡവാദമാണ് കേൾക്കേണ്ടത്. വസന്ത്, ഞാൻ കേൾപ്പിച്ചു തരാമെന്നേ. ആരുടെ വാദം എന്റെ ഉണ്ട്, എല്ലാ വാദങ്ങളും എന്റെ ഉണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് 210 മാത്രം മതി, 212 നിലനിൽക്കില്ലെന്നുള്ളതായിരുന്നല്ലോ എക്സാലോജിക്കിന്റെ വാദം.
പക്ഷെ അല്ല ഞാൻ പറയട്ടെ വസന്ത്, ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോ ഇടയ്ക്ക്